8 വർഷത്തെ അന്വേഷണം, പല അന്വേഷണ സംഘങ്ങൾ, നൂറുകണക്കിന് സാക്ഷികൾ, എന്നിട്ടും അതിജീവിതയ്ക്ക് നീതിയില്ല. ആരാണ് ഇതിന് ഉത്തരവാദി? സിസ്റ്റമോ സ്വാധീനമോ? നടിയെ ആക്രമിച്ച കേസിൽ വന്ന വിധി അതിജീവിതയുടെ പ്രതീക്ഷ തകർത്തു. നീതിയില്ല. അതിജീവിതയുടെ ഞെട്ടൽ വീണ്ടും രാജ്യത്തെ ഞെട്ടിക്കുന്നു. ആക്രമിച്ച 6 പേർ മാത്രം കുറ്റക്കാർ. മാസ്റ്റർ മൈൻഡ് ഇപ്പോഴും അവ്യക്തം. അന്വേഷണത്തിൽ നിന്നും കോടതി വിധി വരെ ഓരോ ഘട്ടത്തിലും സ്വാധീനത്തിന്റെ നിഴൽ. കോടതിയുടെ വിധി ഒരു ചോദ്യം മാത്രം ഉയർത്തുന്നു: നീതിക്ക് മുന്നിൽ ശക്തർ അജയ്യരോ? തെളിവുകൾ തകർന്നതോ തകർക്കപ്പെട്ടതോ? ഈ രാജ്യത്ത് അതിജീവിതകളുടെ വേദനയ്ക്ക് വിലയില്ലേ? ദിലീപിനെതിരെ ഗൂഢാലോചന തെളിയിക്കാൻ അന്വേഷണത്തിനും പ്രോസിക്യൂഷനും കഴിഞ്ഞില്ല. 8 വർഷത്തെ കേസിനെയും അതിജീവിതയുടെ പോരാട്ടത്തെയും ചോദ്യം ചെയ്യുന്ന വിധി. അന്വേഷണവും പ്രോസിക്യൂഷനും വൻ പരാജയം. ദിലീപ് വിമുക്തനായി. പക്ഷേ അതിജീവിതയുടെ നീതിക്കായുള്ള യാത്ര തുടരുന്നു. നടനെ തിരിച്ചു കിട്ടിയതിന്റെ അത്യാഹ്ലാദത്തിൽ മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ്. മഞ്ജു വാര്യർക്ക് നേരെ ഗൂഢാലോചന തിയറി തിരിച്ച് ദിലീപ്. ഇനിയും കാണേണ്ടി വരുമോ ഗോപാലലീലകൾ?